വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു മുന്തിരിച്ചക്കുണ്ടാക്കി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 5-ാം അധ്യായം 2-ാം വാക്യം. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കും ഇട്ടു, മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു. നമ്മൾ കർത്താവിന് ചെയ്യുന്നതിനേക്കാൾ 1000 മടങ്ങ് കൂടുതൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നു. നമ്മോടുള്ള അവന്റെ സ്നേഹം അതുല്യവും താരതമ്യപ്പെടുത്താനാവാത്തതുമാണ്. അവൻ നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ ത്യാഗങ്ങളെയും നമുക്ക് പൂർണ്ണമായി വിവരിക്കാൻ കഴിയുകയില്ല. ദൈവം ഒരു മുന്തിരിച്ചക്ക് നിർമ്മിച്ചിരിക്കുന്നു. എണ്ണക്കുരുവിൽ നിന്ന് എണ്ണയെടുക്കാൻ മില്ലുകളിലും എള്ളിൽ നിന്ന് എണ്ണയെടുക്കാനുള്ള മില്ലുകളും ഉണ്ട്. ഗോതമ്പ്, അരി മുതലായവ പൊടിച്ച് മാവാക്കാൻ കഴിയുന്ന മില്ലുകളുമുണ്ട്. വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ചക്കാണ് മുന്തിരിയിൽ നിന്ന് നീരെടുക്കുന്നതിനുള്ള ചക്ക്. മുന്തിരി അമർത്തി ചതയ്ക്കുമ്പോൾ അവയുടെ നീര് ചുവപ്പ് നിറത്തിൽ ഒഴുകുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവും വീഞ്ഞ് ചക്രത്തിലൂടെ കടന്നുപോയി. അവൻ ദുഃഖവും വേദനയും അനുഭവിച്ചു. ആ മുന്തിരിച്ചക്കിൽ മുന്തിരി ചതയ്ക്കുന്നത് പോലെ യേശുവിനെയും മുള്ളുകൾ കൊണ്ട് കിരീടമണിയിക്കുകയും വടികൊണ്ട് തലയിൽ അടിക്കുകയും ചെയ്തു. മുന്തിരിപ്പഴം ചതച്ചെടുക്കുമ്പോൾ നീരുപോലെ അവന്റെ മുറിവുകളിൽ നിന്ന് രക്തമൊഴുകി. അവൻ ചാട്ടവാറുകളാൽ അടിയേൽക്കുകയും ക്രൂരമായി ആണികൾ കൊണ്ട് കുത്തുകയും കുന്തം കൊണ്ട് കുത്തുകയും ചെയ്തു. പ്രവാചകനായ യെശയ്യാവ് അതിനെ ഒരു ദർശനമായി കാണുകയും യേശുക്രിസ്തു ചതയ്ക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുകയും ചെയ്തു. ഇത് യെശയ്യാവ് 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. വീഞ്ഞിനേക്കാൾ നല്ലത് നിന്റെ സ്നേഹം ചക്കിലെന്ന പോലെ തകർക്കപ്പെടുന്നതായി ശലോമോൻ നോക്കി പറഞ്ഞു. നിന്റെ സ്നേഹം വീഞ്ഞിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഇത് ഉത്തമഗീതം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ കർത്താവ് നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. ഒരു പിതാവെന്ന നിലയിലും ഒരു സഹോദരൻ എന്ന നിലയിലും ഒരു ഉപദേഷ്ടാവെന്ന നിലയിലും ഒരു സുഹൃത്തെന്ന നിലയിലും അവൻ നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. എന്നാൽ കാൽവറിയിലെ അവൻ നമ്മുടെ മേൽ ചൊരിഞ്ഞ സ്നേഹം തീർച്ചയായും വളരെ സവിശേഷമാണ്. തകർക്കപ്പെടാൻ തന്നെ തന്നെ ഏൽപ്പിക്കുന്ന സ്നേഹം വളരെ മഹത്തരമാണ്. അവന്റെ സ്നേഹത്തിന്റെ ഉയരവും ആഴവും വ്യാപ്തിയും വെളിപ്പെടുത്തുന്ന ഒരു സ്നേഹമാണിത്. ആ സ്നേഹവുമായി താരതമ്യപ്പെടുത്താൻ കഴിയുന്ന മറ്റൊന്നില്ല. ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്തതിലും അപ്പുറത്തേക്ക് അവനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തു. അവർ അവന്റെ മുഖത്ത് തുപ്പി, അവന്റെ താടിയിലെ രോമങ്ങൾ പറിച്ചെടുത്തു. അവനെ അലങ്കോലപ്പെടുത്തി. 1000-ത്തെയും 10,000-ത്തെയും സുന്ദരനായിരുന്ന അവൻ വികൃതനായി. ഏറ്റവും സുന്ദരനായിരുന്ന അവൻ തന്റെ എല്ലാ സൗന്ദര്യവും കൃപയും നഷ്ടപ്പെട്ടു. അവർ അവന്റെ കൈകളിലും കാലുകളിലും ക്രൂരമായി ചുറ്റികയാൽ ആണിയടിച്ചു. ഒരു പടയാളി കുന്തം കൊണ്ട് അവന്റെ പാർശ്വത്തിൽ കുത്തിയപ്പോൾ വെള്ളവും രക്തവും പുറത്തു വന്നു. ദൈവമക്കളെ, ദൈവത്തിന്റെ നാമത്തിൽ കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി തന്റെ വിലയേറിയ രക്തത്തിന്റെ അവസാന തുള്ളിയും ചൊരിഞ്ഞു. അവൻ തന്റെ പ്രാണനെ മരണത്തിലേക്ക് ഒഴുക്കി. അതിക്രമങ്ങളോടൊപ്പം എണ്ണപ്പെട്ടു. നമ്മുടെ പാപങ്ങൾ വഹിച്ചു. എപ്പോഴും അവനിലേക്കും അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ യാഗത്തിലേക്കും നോക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 53-ാം അധ്യായം 4-ാം വാക്യം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി 25-26 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി 8-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.